ആ ആ ആ കണ്ടോ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ശ്രീമാനായ തിയോഫിലിസെ ആദ്യം മുതൽ കണ്ടോ? യോഹന്നാന്റെ ലേഖനത്തിലും സുവിശേഷത്തിലും കിടക്കുന്ന ലൂക്കോസ് വന്നിട്ടൊന്നല്ലേ അത്? ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ട സാക്ഷികളും ആയ. അപ്പൊ വചനത്തിന്റെ ശുശ്രൂഷന്മാരാരാ? ആദ്യം മുതൽ കണ്ടും കേട്ടവരുള്ളവരാ. എടാ, അവരാണ് ആദിമ സാക്ഷികൾ. ഈ ആദിമ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അതിന് പ്രാധാന്യമില്ലേ ദൈവമക്കളെ? ഒരു കോടതി ചെന്നാല് ഒരു കുറ്റകൃത്യം ചെയ്തു, ഒരു കൊലപാതകം നടന്നു, സാക്ഷികളെ വിസ്തരിക്കുക. കുറേ സാക്ഷികളുണ്ട്, രണ്ടു കൂട്ടരും ഒക്കെ വന്നിട്ടുണ്ട്, വക്കീലും ഒക്കെ ആയിട്ട്. കള്ളന്മാര് കള്ളക്കാശും കൊടുത്ത് കള്ളത്തരം പറഞ്ഞൊക്കെ പിടിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ജഡ്ജി ചോദിക്കും, ഒരാൾ ഒന്ന് സാക്ഷി വരാൻ പറയും. സാറേ, ഞാൻ ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഞാനിങ്ങനെ ഒരു 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 300 മീറ്റർ അപ്പുറം വെച്ചാണ് ഒരാൾ എന്നോട് പറഞ്ഞു അവിടെ ഒരാളെ ഇങ്ങനെ കൊന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ കണ്ടോ? കണ്ടില്ല. കണ്ട ആൾ എന്നോട് ഒരു പറഞ്ഞു, ഗെറ്റ് ഔട്ട്, പോകാൻ പറഞ്ഞവരോട്. കാരണം കണ്ട സാക്ഷിയായിരിക്കണം. വേറൊരുത്തം വന്നു, അവരും ഏകദേശം അതുപോലെയൊക്കെ തന്നെ പറയുക. ബഹുമാനപ്പെട്ട കോടതി, ഞാനിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഒരു 10 മീറ്റർ ഇപ്പുറം വെച്ച് ഇദ്ദേഹം മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു. ഇന്ന ആള് കത്തിയെടുത്ത് കുത്തുന്നതായിട്ടുള്ള അത് ഞങ്ങൾ കണ്ടില്ല, എന്നാൽ നിങ്ങൾക്കും പോകാം. അങ്ങനെ ഒരു 3-4 പേരെ വിസ്തരിച്ചപ്പോൾ കണ്ടവരാരുമില്ല. കൃത്യം കണ്ട സാക്ഷിയാണ് സാക്ഷി. ദൈവമക്കൾ ഇനിയെങ്കിലും പഠിക്കുക. ഈ സുബോധം നഷ്ടപ്പെട്ട ശുശ്രൂഷന്മാര് കാര്യകാരണ സഹിതം കാര്യങ്ങൾ പഠിപ്പിക്കാത്തതുകൊണ്ട് ഒരു പിടിയും കിട്ടത്തില്ല ആർക്കും. ഒരു കുറ്റകൃത്യം ആര് ചെയ്തോ ആ ചെയ്ത വ്യക്തി, ആ കൃത്യം കണ്ടയാള് നേരിട്ട് പോയി കോടതി സാക്ഷ്യം പറയുമ്പോൾ ആ സാക്ഷിയായിട്ട് വരും. ഞാനത് കണ്ടു, ബഹുമാനപ്പെട്ട കോടതി, ഞാനത് കണ്ടു, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇയാൾ കൊത്തുന്നത്, അയാൾ പടഞ്ഞ് വീഴുന്നത് ഞാൻ കണ്ടു. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ സാക്ഷിക്ക് വില വരുന്നത്. അല്ലെങ്കിൽ അതിന് വിലയില്ല. മനസ്സിലാക്കണം, കാര്യം മനസ്സിലാക്കണം. പലയിടത്തും വല്ലതും കിടന്ന് അതും ഇതും പറഞ്ഞുകൊണ്ടൊന്നും കാര്യമായില്ല. ഞാൻ കർത്താവിനെ സാക്ഷിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ്. കർത്താവിനെ സൗഖ്യമാക്കി, എന്നെ വിടുവിച്ചു, എന്നെ ബലപ്പെടുത്തി, എന്നെ ശക്തീകരിച്ചു എന്നെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണം. വല്ലവരും പറഞ്ഞു കേട്ട് പറയുകയല്ലേ വേണ്ടത്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അപ്പൊ ഇവിടെ പൗലോസ്, യോഹന്നാൻ എന്താ പറയുന്നത്? ആദ്യം മുതലുള്ളത് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ നോക്കി. ആ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷനായി ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. മറുവ മലയിൽ വെച്ച് ഞങ്ങൾ കണ്ടു. 5 അപ്പത്തെ നുറുക്കി തന്നപ്പോൾ ഞങ്ങൾ ഭക്ഷിച്ചു. 7 അപ്പം നുറുക്കി തന്ന് ഞങ്ങൾ ഭക്ഷിച്ചു. സ്തോത്രം. ഞങ്ങളെ അവൻ തൊട്ടു, ഞങ്ങൾക്ക് അപ്പം നുറുക്കി തന്നു. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാനുള്ള ഇതുണ്ടോ? ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ അത് കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്കല്ലേ. ഞാനിത് പറയാനുള്ള കാര്യം, അപ്പോസ്തലന്മാരുടെ ഉപദേശം എടുത്ത് തോട്ടിക്കളഞ്ഞിരിക്കുക. പലരും അടുത്ത് തോട്ടിക്കളഞ്ഞിരിക്കുക. ആ ഉപദേശം ആർക്കും വേണ്ടെന്ന് പറഞ്ഞെടുത്ത് കളഞ്ഞിരിക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശം നിരന്തരമായി സഭയെ പഠിപ്പിക്കുന്ന സഭകൾ കുറവാ. അതുകൊണ്ട് എന്ത് പറ്റി? വിശ്വാസികളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ എഫേസ്യർ 4:14 കിടക്കുക. ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിട്ട് കിടക്കുക, ആത്മീയ ശിശുക്കളായിട്ട് കിടക്കുക. ഞങ്ങൾക്കൊരു ശിശുവുണ്ട്, അവനെന്തെങ്കിലും കൊടുക്കുമ്പോൾ ഉള്ള സ്നേഹമുള്ളൂ, അല്ലാതെ ആ സ്നേഹം പോയി. ഫോണെന്ന് കാണാൻ കൊടുത്താൽ ഭയങ്കര സ്നേഹമായി ശ്രമിക്കും, ഇല്ലെങ്കിലോ ഒരു സ്നേഹം പോയി. ആ കൊടുക്കുമ്പോൾ ഉള്ള സ്നേഹം. അവൻ പറയാം, അവന് കാർട്ടൂൺ കാണാനായിട്ട് ഫോൺ വേണം. അത് കൊടുത്തുവരുമ്പോഴോ ഈ എന്തോ ഒരു സ്നേഹമാണ് അവന്. ഫോൺ കിട്ടിക്കഴിയുമ്പോൾ എന്ത് സ്നേഹമാ. അപ്പാപ്പ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് മാറത്തില്ല. ഫോൺ പിടിച്ചു വാങ്ങിയ അപ്പ ദേഷ്യമായി, അപ്പ ബഹളമായി, അപ്പ കരച്ചിലായി, അപ്പ വഴക്ക് പറച്ചിലായി. അപ്പൊ എന്താ ഒരു കാര്യം? അവൻ ആത്മീക ശൈശവസി കിടക്കുക.
ഇതാണ് കാരണം. അപ്പൊ ദൈവമക്കളെ, ആത്മീക ശൈശവാവസ്ഥയിൽ കിടന്നാൽ ഒരു മണ്ണാങ്കട്ടയും മനസ്സിലാകത്തില്ല നമുക്ക്. അതിനെന്ത് വേണം? വളർച്ച വേണം, ആത്മീക വളർച്ച വേണം, ആത്മീക വർധനവ് വേണം, ആത്മീക നിറവ് വേണം. അങ്ങനെ ആത്മീയ വർധനവും ആത്മീക നിറവും ആത്മീക വളർച്ചയും ഉണ്ടാകണിയാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് കർത്താവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ ഉപദേശത്തെക്കുറിച്ച് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. കർത്താവ് എന്ത് പറഞ്ഞെന്നും ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നും അതിൻ്റെ കാര്യകാരണ സഹിതങ്ങൾ എന്താണെന്നും അത് മനസ്സിലാക്കണമെങ്കിൽ ആത്മീയ വളർച്ച ഉണ്ടാകണം. രക്ഷിക്കപ്പെട്ടതുകൊണ്ടും സ്നാനപ്പെട്ടതുകൊണ്ടും പരിശുദ്ധാംശം പ്രാപിച്ചെന്ന് പറയുന്നുകൊണ്ടൊന്നും അത് ഉണ്ടാകുന്നില്ല. 1 കൊരിന്ത്യർ 11:13-11 ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷം ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. അപ്പൊ ഈ ത്യജിച്ചു കളയുന്നത് എപ്പോഴാ? പക്വത, മെച്യൂരിറ്റി വരുമ്പോഴാണ്. മെച്യൂരിറ്റി വരുന്നില്ലെങ്കിലോ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടി ശിശുക്കളെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. 80 വയസ്സുള്ള ചില ആൾക്കാർ വചനം പറയുമ്പോൾ അവർ ശിശുക്കളെ പോലെ മറുപടി വരുന്നത്. 50, 60, 70, 80 വയസ്സുള്ള ചില ആൾക്കാരോട് ഞാൻ ഈ ഉപദേശത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ കുഞ്ഞുങ്ങൾ പറയുന്ന പോലെയാണ് ഇങ്ങോട്ട് പറയുന്നത്. അപ്പം ഞാൻ അവിടെ വെച്ച് കട്ടയം പടവും മുടക്കും. കാരണം ഇവനോട് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലായി. കാരണം എന്താ? ആത്മീയ പക്വത വന്നിട്ടില്ല, ആത്മീയ വളർച്ച വന്നിട്ടില്ല. പുതിയ നിയമസഭയുടെ ഉപദേശം എന്താണെന്ന് അറിയത്തില്ല. സ്തോത്രം. പുതിയ നിയമസഭയുടെ ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അവർ പഠിച്ചിട്ടില്ല, അവരെ ആരും പഠിപ്പിച്ചിട്ടില്ല. റോമാസഭയെ പൗലോസ് ഉപദേശം പഠിപ്പിച്ചുവെന്ന് റോമർ 6:16-17 വാക്യങ്ങൾ കാണുന്നു. റോമസഭ അത് പഠിച്ചുവെന്ന് റോമർ 16:17 കാണുന്നു. റോമസഭ അത് പഠിപ്പിച്ചു. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം, നിങ്ങൾ പഠിച്ച ഉപദേശം. അപ്പൊ സഭകളെ ഉപദേശം പഠിപ്പിക്കാത്തത് കൊണ്ട് കർത്താവ് ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾ വിശ്വാസികൾക്ക് അറിയാൻ കഴിയാതിരിക്കുന്നു. അവർ ആത്മീക ശൈശവാവസ്ഥയിൽ കിടക്കുക. ഈ ശൈശവാവസ്ഥയിൽ കിടക്കുന്നത് വളരെ അപകടമാണ്. 1 കൊരിന്ത്യർ 3-ാം 1-2 വാക്യങ്ങൾ വായിക്കാം. പെട്ടെന്ന് വായിച്ചാൽ 1 കൊരിന്ത്യർ 3-ാം 1-2-3 വാക്യങ്ങൾ വായിച്ചാൽ. 1 കൊരിന്ത്യർ 3-ാം 1-2 വാക്യങ്ങൾ. നിങ്ങളെവിടെ എനിക്ക് ആത്മീകരിടുന്ന പോലെയല്ല, ജഡീകന്മാരിടുന്ന പോലെ അത്രേ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ. അയ്യോ, കൊരിന്ത് സഭയിലുള്ളവരോട് ശിശുക്കളുള്ളതുപോലെ സംസാരിക്കുക. എന്താ പറ്റി? 1-ാം ലേഖനം 3-ാം അധ്യായത്തിലെ വിഷയം നമ്മൾ പഠിക്കുന്നത്. ക്രിസ്തുവിൽ ശിശുക്കളോടൊന്ന പോലെ ശിശുക്കളെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞുണ്ട്, അതുപോലെ ശൈശവാവസ്ഥയിൽ കിടക്കുക. വളരെ ഡൈലൂട്ട് ചെയ്ത് വചനം പറയണം അവരോട്. കട്ടിയായ കാര്യങ്ങൾ പറഞ്ഞാൽ ഗ്രഹിക്കാൻ കഴിയത്തില്ല. സ്വത്രം. എന്താ കാര്യം? വായിച്ചോട്ടെ. ഭക്ഷണമല്ല. ആത്മീക ഭക്ഷണം എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളാണ്. അത് കഴിക്കാനുള്ള കെൽപ്പില്ല, കഴിവില്ല. പിന്നെ ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ല, ഇപ്പോഴും കഴിവായിട്ടില്ല. അതാ കിടക്കുന്നു. അപ്പോ ശൈശവാവസ്ഥ എന്ന് പറയുമ്പോൾ ഏതവസ്ഥയാ? ശൈശവാവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയായിട്ടാ പൗലോസ് പഠിപ്പിച്ചേ? ജഡീകന്മാർ, ജഡത്താൽ നടത്തപ്പെടുന്നവർ, ആത്മാവിനാൽ നടത്തപ്പെടാത്തവർ. ഇന്ന് ക്രൈസ്തവഗോളം ജഡീകന്മാരുടെ സംഘങ്ങളായി മാറി. പാസ്റ്റർമാരും വിശ്വാസികളെല്ലാം ജഡീകന്മാരാ. വളരെ തുലവും ശുശ്രൂഷകന്മാരേ ഉള്ളൂ വചനം പഠിപ്പിച്ച് വിശ്വാസികളെ പ്രാപ്തരാക്കുന്നത്. അതാണ് നമുക്ക് സംഭവിച്ച ഗുരുതരമായ അവസ്ഥ. അതാ കർത്താവ് പറഞ്ഞത്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളിതിനെ കള്ളന്മാരുടെ. അപ്പോൾ ഓരോ പേര് വെച്ച് ഓരോ ഗുഹകളായിട്ട് ഓരോ സഭയെ പഠിപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല. അത് തന്നെയാ ശരി. ഞാനങ്ങനെ പറയാറുണ്ട്. ഓരോ ചർച്ചിൻ്റെ പേര് വെച്ച് ഓരോ ഗുഹ, ആ ഗുഹയിൽ ഒരു പാർശ്വം ഇരിപ്പുണ്ട്. കുറേ വിശ്വാസികളെ ഇങ്ങനെ ചത്തക്ക പൊത്തക്ക പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ കുറേ കാശകൾ കൊണ്ടുപോയി കൊടുക്കുന്നു. ആ കഞ്ഞിയൊക്കെ കുടിച്ച് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവസാനം ഇത് എവിടെ ചെന്ന് അവസാനിക്കും? നരകത്തിൽ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നമ്മൾ പഠിച്ചു പോയില്ലെങ്കിൽ വലിയ ഛേദം നമുക്ക് സംഭവിക്കും. ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങളിപ്പോഴും ജഡീകന്മാരല്ലോ. 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ അവർ ജഡീകന്മാരാണ്. എന്നാൽ
രണ്ട് കൊരിന്ത്യർ 2-3 അധ്യായത്തിൻ്റെ ഒന്നുമുള്ള വാക്യങ്ങൾ വായിച്ചേ. ഇതൊക്കെ വലിയ ശ്രദ്ധേയമായ പഠനങ്ങളാണ്. 1 കൊരിന്ത്യർ ലേഖനം 3 അവർ ശിശുക്കളാണ്, തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി പൗലൂസ്, കേഫ, അപ്പൊല്ലോസ് ക്രിസ്തുവിന്റെ പക്ഷം പിടിച്ചുകൊണ്ട് ഇരിക്കുന്നവരാ. 2-ാം അധ്യായം 3 തുടങ്ങുന്നു. പോ കാണിക്കാനാകട്ടെ. ആവശ്യമോ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ എൻ്റെ പൊന്നെ. 1 കൊരിന്ത്യർ ശിശുക്കളായി തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന കൊരിന്ത്യയിലെ വിശ്വാസികൾ 2-ാം ലേഖനത്തിലേക്ക് വന്നപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 അധ്യായം കഴിഞ്ഞ 1-ാം ലേഖനം കഴിഞ്ഞ് 2-ാം ലേഖനം 1, 2, 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവർ ആരായി മാറി? ആരുടെ പത്രം വായിക്കുക? ക്രിസ്തുവിൻ്റെ അല്ല, ഇപ്പൊ വായിച്ചത് അതല്ല. ഞങ്ങളുടെ പത്രം ക്രിസ്തുവിന്റെ പത്രമാണ്. ഞങ്ങളുടെ പത്രം അപ്പോസ്തലന്മാരെ വായിച്ചറിയത്തക്ക നിലയിൽ കൊരിന്ത് സഭയിലെ വിശ്വാസികൾ ആത്മീയമായി വളർന്നു എന്ന് പഠിക്കണം. കാര്യം മനസ്സിലാക്കണ്ടേ? ഇനി അടുത്ത വാക്യം വായിച്ചേ. ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ടായ ഇവിടെയാണ് ക്രിസ്തുവിൻ പത്രമായി വരുന്നത്. കൊരിന്ത് സഭ 2ാമത് പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളായി. ആദ്യം നിങ്ങൾ ഞങ്ങളെപ്പോലെയായി, കർത്താവിനെ കുറിച്ച് പഠിക്കുന്ന ഞങ്ങളെപ്പോലെയായി. പഠിച്ച് ഞങ്ങൾ പഠിപ്പിക്കുന്ന പഠനം കേട്ട് നിങ്ങൾ ആരായി? ക്രിസ്തുവിന്റെ പത്രങ്ങളായി. അപ്പോൾ കൊരിന്ത് സഭയിലെ വിശ്വാസികൾ ഇപ്പോൾ ആരെ കാണാൻ തുടങ്ങി? ക്രിസ്തുവിനെ കാണാൻ തുടങ്ങി. ഇന്നത്തെ വിശ്വാസികൾ ആരെ കാണാൻ തുടങ്ങി? ആരെ കാണും? ചെകുത്താനെ കാണുന്നു. ഒരു വ്യവസ്ഥയില്ലാത്തവരായിട്ട് കാണുന്നു, ഒരു പ്രമാണം ഇല്ലാത്തവരായിട്ട് കാണുന്നു, ഒരു ആത്മാർത്ഥത ഇല്ലാത്തവരായിട്ട് കാണുന്നു. തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി കിടന്ന 1-ാം ലേഖനം 3-ാം അധ്യായത്തിലെ വിശ്വാസികളായിട്ട് കാണുന്നു. പൗലൂസിന്റെ പക്ഷം, കേഫയുടെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം, 4 പക്ഷം. ഈ 4 പക്ഷത്തെ പൗലൂസ് എന്ത് ചെയ്തു? പൗലൂസ് ആര്, കേഫ ആര്, അപ്പൊല്ലോസ് ആര് എന്ന് പറഞ്ഞ് പൗലൂസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു. ദൈവമത്രേ വളരുമാറാക്കിയത്. അപ്പം നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മാത്രം അവിടെ ഉയർത്തിക്കാട്ടുകയാണ് പൗലൂസ്. ചിലരൊക്കെ വിചാരിക്കുന്നത് പാസ്റ്റർ മരിച്ച് പ്രസംഗിക്കാൻ ചാതുര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ സെലിബ്രിറ്റികളാണെന്നൊരു ചിന്ത. കുറേ സിനിമാ സ്റ്റൈലിൽ വേഷമൊക്കെ ധരിച്ച് കുറേ കുട്ടപ്പന്മാരായിട്ട് കുറേ കരിയൊക്കെ വാരി തേച്ച് കുറേ പുട്ടിയൊക്കെ അടിച്ച്. എനിക്കറിയാം, ഞങ്ങൾ ഗൾഫിലായിരുന്നപ്പോൾ ക്രീമിട്ട് പ്രസംഗിക്കാൻ ഒരു പാസ്റ്റർ അവിടെ കയറി വന്നു. പേര് ഞാൻ പറഞ്ഞ് അവഗണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്നും പുള്ളി ആത്മീയ കോളത്തിൽ കിടന്ന് വിലസുന്നുണ്ട്, ഒരു പക്ക ജഡീകൻ. അപ്പോൾ ആരാണ്ട് ചോദിച്ചു, ഈ ക്രീം എന്തിനാ തേച്ചേക്കുന്നത്? അപ്പോൾ അയാളുടെ അടുത്ത ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു തേജസ് ഉണ്ടെന്ന് മറ്റുള്ളവർ കണ്ടിട്ടേ. എങ്ങനെയുണ്ട്? ഒരു പാസ്റ്റർ പറയുക, തേജസ് എൻ്റെ മുഖത്തുണ്ടെന്ന് മറ്റുള്ളവർ കണ്ടോട്ടെ. അപ്പോൾ വ്യാജനല്ലേ? ഇങ്ങനെയുള്ള ഒത്തിരി വ്യാജന്മാർ കിടപ്പുണ്ട്. സെലിബ്രിറ്റികളായിട്ട് ഈ ആത്മീയ കോളത്തിൽ എല്ലാവരും പൊക്കി പിടിച്ചു നടക്കുന്നവർ. ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പൗലൂസ് എന്താ പറഞ്ഞത്? പൗലൂസ് ആര്, അപ്പൊല്ലോസ് ആര്, കേഫ ആര്? ആരും അല്ലെന്ന് ഞാൻ പൗലൂസിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പുതിയ നിയമത്തിലെ ഒരു കഥാപാത്രം അപ്പോസ്തലനായ പൗലൂസാണ്. ആ പൗലൂസാണ് പറയുന്നത് പൗലൂസ് ആരെന്ന്, അപ്പൊല്ലോസ് ആര്, കേഫ ആര്. അപ്പം അങ്ങനെ പറയുമ്പോഴാണ് ഇവിടെ കിടക്കുന്ന ഈ ഊച്ചാളികൾ പറയുന്ന ഞങ്ങൾ എന്തോ ഒരു സംഭവമാണ്. 1 ഊതുമ്പോൾ 4 കർണം അറിയുന്നവനൊക്കെ എന്താ സംഭവം എന്നായി പറയുന്നേ? വചനത്തിന്റെ യാതൊരു ഉപദേശ സത്യങ്ങളും ഗ്രഹിക്കാൻ കഴിയാതെ, പഠിക്കാൻ കഴിയാതെ ചുമ്മാ കുറെ ബഹളം വയ്ക്കുന്നവർ എന്നാ സെലിബ്രിറ്റികൾ എന്നാ പറയുന്നത്. ഞാനിത് ആരെയും കുറ്റപ്പെടുത്താൻ പറയുകയല്ല. ഈ പൊള്ളത്തരങ്ങളെ പൊളിച്ചു കാട്ടുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നത്. വഷളനെ നിന്ദനായിട്ട് തന്നെ എണ്ണണം എന്ന് വചനം പറയുന്നു. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ നോക്കി. അപ്പോൾ കർത്താവിനെ കണ്ടവര്, കേട്ടവര്, തൊട്ടവര്, നോക്കിയവര്, അവർ പറയുന്ന ഉപദേശം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം കൊരിന്ത് സഭ കേട്ടപ്പോൾ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന കൊരിന്ത് സഭ 2-ാം ലേഖനത്തിലേക്ക് വന്നപ്പോൾ അവർ അപ്പോസ്തലന്മാരെ പോലെയായി, അവർ ക്രിസ്തുവിനെ പോലെയായി, അവർ ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിപ്പിക്കുന്നവരായി മാറി. പ്രവൃത്തി പുസ്തകത്തിൽ അപ്പോസ്തലന്മാരെ കുറിച്ച് എന്താ പറയുന്നത്? ഇതാ ഭൂലോകത്തെ
കീഴ്മേൽ മറിക്കുന്നവരുടെയും വന്നു. നമ്മളും ഇപ്പൊ കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുക, അത് വേറെ നിലയിലാണെന്നേ ഉള്ളൂ. ദുരുപദേശം പറഞ്ഞ് കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുക, അല്ല പത്യവചനം പറഞ്ഞല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൂടെ നടന്ന ആദിമ അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യമായവരുടെ ഉപദേശങ്ങൾ നമ്മൾ പഠിക്കുക. അവർ സഭയെ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ച് സഭയെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ സമൃദ്ധയായ പ്രായത്തിൻ്റെ അളവിലേക്ക് ഒരുക്കിയെടുക്കാവുന്നൊരു ദൗത്യമാണ് ശുശ്രൂഷ വൃന്ദങ്ങളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാതെ മറ്റെന്ത് ചെയ്താലും അത് ദുരുപദേശമാണ്, അത് അന്യതാ ഉപദേശമാണ്, അത് ജനത്തിന് ഒരു ഗുണവുമില്ല. പിന്നെ പറയുന്ന ഇവർക്ക് വീടും കാറും കാശും ഒക്കെ ഇഷ്ടം പോലെ കിട്ടും, അതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. കർത്താവ് സഭയെടുക്കാൻ വരുമ്പോൾ ഈ പറഞ്ഞ കക്ഷികളെല്ലാം തൊഴിഞ്ഞു പോകും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും നാളെ അതുപോലെ ആയാൽ എൻ്റെയും ഗതി അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഭയത്തോടെ ഇരിക്കുന്നത്, ഭയത്തോടെ വിറയലോടെയാണ് ഓരോ ദിവസവും ദിവസങ്ങളിലായിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ, ശിഷ്യന്മാർ പറഞ്ഞ ഉപദേശങ്ങൾ അനുസരിക്കാൻ പറ്റുന്നിടത്തോളം പലപ്പോഴും പലതിൽ വീണു പോവുക, പലപ്പോഴും നമ്മൾ തളർന്നു പോവുക, നിരാശപ്പെട്ടു പോവുക. എന്നാലും പിന്നെയും എഴുന്നേറ്റ് കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആവോളം കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു അനുഭവമാണ് എൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിൽ എന്ന് ഞാൻ തുറന്നു പറയാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ഒന്നുകൂടി വായിക്കാം. 1 യോഹന്നാൻ 1:1. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ. അപ്പം ഞങ്ങൾക്ക് ഒരു നിത്യജീവൻ പ്രത്യക്ഷമായി, കർത്താവ് ഞങ്ങൾക്ക് പ്രത്യക്ഷമായി. ഗലീല നാട്ടിൽ മീൻ പിടിച്ചോണ്ടിരുന്ന ഞങ്ങളെ വന്ന് പത്രോസ് എൻ്റെ പിന്നാലെ വാ, കേഫ വാ, യൂദ വാ എന്ന് പറഞ്ഞ് ഓരോരുത്തരെ വിളിച്ച് ഞങ്ങളെ കൂടെ കൊണ്ടുകിടന്ന് പഠിപ്പിച്ച് കർത്താവ് ഞങ്ങൾക്ക് പ്രത്യക്ഷനായെന്ന് അതാ അവർ പറയുന്നേ. ഞങ്ങൾക്ക് പ്രത്യക്ഷമായി. സ്വത്രം. ആ വാക്യം വളരെ ചിന്തനീയമായ വാക്യമാണ്. ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ, യേശുക്രിസ്തുവിനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. 3-ാം വാക്യം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത്. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഞങ്ങളോടൊരു കൂട്ടായ്മ. എൻ്റെ മുന്നേ 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഈ വചനം അവരെല്ലാം ചത്ത് മറിച്ച് മൺമറിഞ്ഞ് അവരെല്ലാം വിശുദ്ധന്മാരുടെ സംഘത്തിലുണ്ട്, വിശ്രാമ സ്ഥലത്തവരുണ്ട്, അവരുടെ ആത്മാക്കളുണ്ട്, അവരുടെ ജഡമൊക്കെ മണ്ണോട് മണ്ണ് ചേർന്ന് കഴിഞ്ഞു. അപ്പം അവർ പറയുക നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകണം. എനിക്കത് ആദ്യം ഒന്നും മനസ്സിലായില്ല, വർഷങ്ങളോളം അത് മനസ്സിലായില്ല. പിന്നെ പ്രായമുള്ള തലനരച്ച ദൈവവൃത്യന്മാരിൽ നിന്ന് ഈ വചനത്തിൻ്റെ വെളിപ്പാട് കിട്ടിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകണം. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അറിയിക്കും. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോട്. അപ്പം നമുക്കെങ്ങനെയാ കൂട്ടായ്മ? അവരോട് കൂട്ടായ്മ ഉണ്ടാകുന്നത് എങ്ങനെയാ? ഒന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് പറയാമോ? ആർക്കെങ്കിലും? ഞങ്ങൾക്ക് കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാണ്. അതുപോലെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കും പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ ഉണ്ടാകുമ്പോഴാകുന്നു നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകുന്നത്. പിന്നീട് അത് മനസ്സിലായത്. ഈ വചനത്തിൻ്റെ പൊരുളുകളൊക്കെ ഗ്രഹിക്കാൻ വളരെ പാടാണ്. ഇവിടെ പത്രോസ് യോഹന്നാൻ പറയുന്നത് ഒരു വലിയ മർമ്മമാണ്. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. മരിച്ച് മൺമറഞ്ഞു പോയ അവരോട് നമുക്ക് എങ്ങനെ കൂട്ടായ്മ ഉണ്ടാകും? ഞങ്ങൾക്ക് കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാകും. അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളും പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ ഉണ്ടാകണം. അപ്പോൾ അവരോടും നമുക്ക് കൂട്ടായ്മ ഉണ്ടായതായിട്ട് നമ്മൾ ഗ്രഹിക്കാൻ കഴിയും. ഇതാ ഇതിൻ്റെ മർമ്മം. അപ്പം അവരുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും. ഇപ്പം നമുക്കിപ്പോൾ കൂട്ടായ്മ പാസ്റ്റർമാരോടാണ്. പാസ്റ്റർമാരെന്തോ മഹാസംഭവമാണെന്ന് വിചാരിച്ചിരിക്കുക. ഇവരെ പോലെ ഈ വ്യവസ്ഥ വിട്ട് പോകുന്ന ഒരു വർഗം വേറെ ഇല്ലെന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഷോ കാണിക്കുക, ഷോയാ. അടുത്ത് നോക്കണം, മാങ്ങാണ്ടിയുടെ പുളിപ്പറിയാന്ന് പറഞ്ഞ പോലെയാണ്. എനിക്ക് 100 പാസ്റ്റർമാരെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്.
ഞാൻ പാസ്റ്റർമാരെ അവഹേളിക്കുകയാണെന്നോ നിന്ദിക്കുകയാണെന്നോ ചിന്തിക്കരുത്. അടുത്ത് മനസ്സിലാക്കിയാൽ എവിടെ പൊള്ളത്തരം ശരിക്കും മനസ്സിലാക്കും. എന്താണ് അവരുടെ ഗോൾ, എന്താണ് അവരുടെ ലക്ഷ്യം, എന്താണ് അവരുടെ എയിം, എന്താ അവരുടെ ലെയിം എന്താ? പൗലോസ് ലേഖനം 1-ാം അധ്യായത്തിലെ അവസാനത്തെ വാക്യം വായിച്ച്. പൗലൂസിന്റെ ഗെയിം എന്താ? പൗലൂസിന്റെ ഗോൾ എന്താ? പൗലൂസിന്റെ ലക്ഷ്യം എന്താ? കൊലോസ് ലേഖനം 1-ന്റെ അവസാനത്തെ വാക്യം വായിച്ചേ, പെട്ടെന്ന് വായിക്കും. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി അതാണ് ഒരു ദൈവദാസന്റെ ഗോള്. കയ്യിലുള്ള വിശ്വാസികളെ ക്രിസ്തു തികഞ്ഞവരാക്കി നിർത്തുക, അല്ല ആത്മീയ ശിശുക്കളാക്കി നരകത്തിൽ കൊണ്ട് തള്ളാനല്ല. ഏത് മനുഷ്യനെ കിട്ടിയാലും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക, ക്രിസ്തുവിൽ വളർത്തിയെടുക്കുക, ക്രിസ്തുവിന്റെ ഉപദേശം പഠിപ്പിച്ച് ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിലുള്ള അളവിലേക്ക് അവരെ നടത്തുക. സ്തോത്രം. ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുക. അതല്ലേ കൊരിന്ത് സഭയിൽ സംഭവിച്ചത്. ഡെമോൺസ്ട്രേഷൻ സ്റ്റഡി നമ്മൾ കണ്ടല്ലോ. കൊരിന്ത് സഭയിൽ എന്താ സംഭവിച്ചത്? അവർ അപ്പോസ്തലന്മാരെ പോലെയായി, അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ക്രിസ്തുവിനെ പോലെയായി. ഇതല്ലേ സംഭവിക്കേണ്ടത്. ഇത് സംഭവിക്കുന്നില്ലെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇവിടെ കള്ളക്കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ക്രിസ്തുവിനെ വിറ്റ് തിന്നുക. ഇവിടെ സുവിശേഷം വിറ്റ് കാശുണ്ടാക്കുക. ഒരു സിനിമാ സെലിബ്രിറ്റി 10 കോടി രൂപ വിടുവെക്കുമ്പോൾ ഒരു സുവിശേഷകൻ 12 കോടി രൂപ വിടുവെക്കുന്നേ. ഹല്ലേലൂയ. ഏത് സഭയാണെങ്കിലും കൊള്ളാം. വീടും കൂടും ഇല്ലാത്ത ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഉള്ളവർ വാരി കൂട്ടുക. 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, 4 വെച്ചാൽ 8 കിട്ടും. അതാ ഇവിടെ പറയുന്നേ. ഇവിടെ അതൊന്നുമില്ല. ക്രിസ്തുവിൽ തികഞ്ഞവരായി ജീവിച്ചാൽ സ്വർഗത്ത് പോകാം, ഇല്ലെങ്കിൽ നേരെ നരകത്തിലും പോകാം. ഇവിടെ അടുത്ത പ്രസംഗം അത്രേ ഉള്ളൂ. ഇവിടെ വലിയ തത്വജ്ഞാനവും വിളമ്പലൊന്നും നമുക്കില്ല. പ്രിയ ദൈവമക്കളെ, കർത്താവ് വന്ന് സഭയെ ചേർക്കാൻ നേരമായി. നമുക്കറിയാമല്ലോ സംഭവങ്ങൾ. കേരളക്കര 2019 കണ്ട വെള്ളപ്പൊക്കം ഇതാ 26 കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത വർഷമൊക്കെ എന്തായിത്തീരും? ആസാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. നിങ്ങൾ കാണുന്നില്ലേ? കേരളം ആസാമിനോട് കട പിടിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അതുപോലെയായി. നമ്മളൊക്കെ പാർക്കുന്ന ദേശത്ത് വെള്ളം വന്ന് കയറാത്തത് സ്തോത്രം നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടാണ്. നമ്മൾ ആരും ചിന്തിക്കരുത്. എൻ്റെയും നിങ്ങളുടെയും ഭക്തി കൊണ്ടാണെന്ന് ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ കൃപയാണെന്ന് മാത്രം കരുതിയാൽ മതി. സ്തോത്രം. ഇന്ന് കൊട്ടാരത്തിൽ കിടന്നപ്പം വഴിയറമ്പി കിടക്കുക. സ്തോത്രം. ഉക്രൈനിലും റഷ്യയിലും അതുപോലെ ഇറാനിലും ഇറാഖിലും അവിടെ ഇവിടെയൊക്കെ അമ്പരചുംബികളായ കെട്ടിടത്തിൽ കിടന്നവർ യുദ്ധം ചെയ്ത് കെട്ടിടങ്ങളൊക്കെ തല്ലിപ്പൊട്ടിച്ചപ്പോൾ എല്ലാം വഴിയറമ്പി കിടക്കുക. വല്ലവരൊക്കെ വലിച്ചെറിഞ്ഞ കുപ്പൂസും എല്ലും കഷ്ണമൊക്കെ അതിനുവേണ്ടി കടിപിടി കൂടിക്കൊണ്ടിരിക്കുക. പണ്ടൊരു വയസ്സനപ്പച്ചൻ വെള്ളപ്പൊക്കം വന്നപ്പോൾ വരുന്നതിന് മുമ്പ് 2-3 ദിവസം മുമ്പ് കുറേ ബ്രെഡ് കഴിച്ചിട്ട് ചെറിയ പൂപ്പലുണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് കളഞ്ഞെന്നാണ് പറയണത്. വെള്ളപ്പൊക്കം വന്നപ്പോൾ മൂപ്പിലാൻ്റെ ഒരു നില മുങ്ങി 2-ാം നിലയുടെ മുകളിൽ കയറിയിരിക്കുക. വിശന്ന് പൊരിഞ്ഞ് ഈ അഴുക്ക് വെള്ളം കുറേ കോരി കുടിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ബ്രെഡ് കഷ്ണം ഇങ്ങനെ ഒഴുകി വരുന്നു. പുള്ളിക്കാരനെടുത്ത് കളഞ്ഞു തന്നെയാണെന്നാണ് പറയുന്നത്. ആ കോമ്പൗണ്ടിൽ കിടന്നു. അത് ഒഴുകി മുമ്പിൽ വന്നപ്പോൾ പൂത്ത് പച്ചയായിട്ടിരിക്കുക. പൂപ്പലൊന്നും നോക്കിയില്ല. അതെടുത്ത് തിന്ന് കുറേ വെള്ളം കുടിച്ച് വിശപ്പടക്കിയ കഥ. നമ്മളെക്കാൾ പ്രബുദ്ധനായ ഒരു വയസ്സിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കും നിങ്ങൾക്കും അത് സംഭവിക്കാൻ നാളെ. അതുകൊണ്ട് ആരും ദൈവമക്കളെ, നമ്മളാരും സ്തോത്രം അഹങ്കരിക്കേണ്ട. നമ്മളാരും സ്തോത്രം ഇന്ന ആളാണെന്നൊന്നും പറയണ്ട, ഇന്ന കുടുംബത്തിലുള്ള ആളാണെന്നും പറയണ്ട. സമ്പന്നന്മാർ അപ്പത്തിന് വേണ്ടി ഇരക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. യേശു റൂമിൽ കിടന്ന് സുഖിച്ചവനൊക്കെ വഴിയർ കടത്തിനെ കിടക്കുകയാണിപ്പോൾ. പട്ടമത്തെ കിടന്നവൻ മണലിൽ കിടന്നുറങ്ങുകയാണ്. എത്രയോ ഗൾഫില് സുഖലോലുപന്മാർ ജീവിച്ച ഇറാഖികള്, ഇറാനികള്, സ്തോത്രം ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞങ്ങളത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, ഗൾഫ് യുദ്ധത്തിന് ഞാനവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ആൾ ടെൻറ്റ് കിടക്കായിരുന്നു. ടെൻറ്റിൽ കാരണം മിസൈൽ വന്ന് പതിക്കുമെന്ന് അവർക്ക് പേടി. ഞങ്ങൾ ചാകട്ടെന്ന് പറഞ്ഞ് അവിടെ കിടന്ന ആൾക്കാർ. മിസൈൽ വന്ന് മണ്ടയ്ക്ക് വേണ്ടി ചാകും. അതുകൊണ്ട് ടെൻറ്റിൽ കിടന്നാൽ ചാകത്തില്ല. കെട്ടിടം പൊളിഞ്ഞ് തലയിലോട്ട് വീഴത്തില്ല. ടെൻ്റല്ലേ വന്ന് വീഴുള്ളൂ. അങ്ങനെ കിടന്നവരുണ്ട്. റൊട്ടിയും കുപ്പൂസും ഞങ്ങളെപ്പോലെ വരിയായിട്ട് നിന്ന് റൊട്ടിയും കുപ്പൂസും മേടിച്ച കോടീശന്മാർ അവരുടെ കൂടെ നിന്ന് കണ്ടും കേട്ടും പഠിച്ച ആളാണ് ഈ പറയണമെന്ന് ഓർത്തോളം.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയേ ഉള്ളൂ. കർത്താവ് തന്നിരിക്കുന്ന വചനങ്ങൾ ഓരോന്നും അനുസരിച്ച് ഈ നശ്വരമായ ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യജീവനിലേക്ക് പോകാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് സ്തോത്രം പറഞ്ഞ് അടുത്ത വാക്യത്തിലേക്ക് വരികയാണ്. 4-ാം വാക്യത്തിലേക്ക് വരാം. 4-ാം വാക്യം. നിങ്ങളുടെ സന്തോഷം അല്ലേ? നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. അതെന്താ അങ്ങനെ എഴുതിയതിൻ്റെ കാര്യം? ഈ സന്തോഷം എങ്ങനെയാ പൂർണ്ണമാകുന്നത്? 3-ാം വാക്യം വായിച്ചാൽ മതി. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ വായിച്ചോ? പിതാവിനോടും അവൻ്റെ പുത്രനായ പിന്നെ അടുത്ത്. അപ്പം നമ്മുടെ സന്തോഷം എങ്ങനെ പൂർണ്ണമാകുന്നത്? പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ നമുക്കുണ്ടായി കഴിയുമ്പോൾ നമ്മുടെ സന്തോഷം, അവരുടെ സന്തോഷം പൂർണ്ണമായി. ഈ അപ്പോസ്തലന്മാർ കഷ്ടതയിൽ സന്തോഷിച്ചിരുന്നവരാ. ഇന്നത്തെ അപ്പോസ്തലന്മാരെ പോലെ കിടന്ന് കാറുന്നവരല്ലായിരുന്നു അവർ. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലെ 10-ാം വാക്യം ഒന്ന് വായിച്ച്. 2 കൊരിന്ത്യർ 6:10 എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവർ സന്തോഷിച്ചോ ഇല്ലേ നോക്കാം നമുക്ക്. 2 കൊരിന്ത്യർ 6:10 ആണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു. അവർക്ക് ദുഃഖിക്കാനേ നേരമുള്ളൂ, പക്ഷെ അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ ദുഃഖം കൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. കാരണം പ്രത്യാശയില്ല, ആത്മാവിൻ്റെ പ്രത്യാശ നമുക്കില്ല. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. അതെന്താണ് അപ്പം? അത് തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാത്ത ദരിദ്രരാണ് പല. ആത്മീകമായി ദാരിദ്ര്യവാസികളെ ആത്മീക സമ്പന്നരാക്കുന്നവരായിരുന്നു അപ്പോസ്തലന്മാർ. ഇന്നത്തെ അപ്പോസ്തലന്മാരും ഈ വചനത്തിൽ പറയുന്ന അപ്പോസ്തലന്മാരുമായിട്ട് മൂലബന്ധം പോലും ഇല്ല. അങ്ങനെ ചിന്തിക്കില്ലേ നിങ്ങൾ? ഇന്നത്തെ അപ്പോസ്തലന്മാരുമായിട്ട് ദൈവമായിട്ട് ബന്ധമുള്ളവരല്ല. ഞാൻ ആദിമ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുക. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ. അടുത്ത് ഒന്നും ഇല്ലാത്തവരെങ്കിലും ഒരു വകയില്ല, പക്ഷെ എല്ലാം കൈവശമുള്ളവരായി. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായ പെന്തക്കോസ്തുകാരൻ ജീവിച്ചിരിപ്പുണ്ടോ ഇന്ന് ലോകത്ത്? ഈ വാക്യം മനസ്സിലാക്കിയവർ ജീവിച്ചിരിപ്പുണ്ടോ ഭൂമിയിലെ? സ്തോത്രം. നമുക്ക് ഇടാൻ ഡ്രസ്സില്ല എന്ന് നമ്മൾ പരാതിപ്പെടും. അൽമാര തുറന്നാൽ എല്ലാം കൂടി ഇടിഞ്ഞ് തലയിലോട്ട് വീണ് നമ്മൾ ചത്തുപോകും. അതുപോലെ കെട്ടി അടുക്കി വെച്ചിരിക്കുക. അവർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, വായിക്കാൻ സമയമില്ല. 1 കൊരിന്ത്യർ 4-ന്റെ 9, 10, 11, 12 വാക്യങ്ങൾ വായിച്ചാൽ ഈ നാഴികവരങ്ങൾ വിശന്നും ദാഹിച്ചു ഇരിക്കുന്നു, തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല. ഞങ്ങളെ എല്ലാം ചപ്പന്നും ചവറൊന്നും അവരെക്കുറിച്ച് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുക. അവരാണ് പറയുന്നത് ഞങ്ങൾ സന്തോഷമുള്ളവരാണ്, ദരിദ്രരെയും സമ്പന്നരാക്കുന്നവരാണ്. അടുത്ത ഭാഗം കൊരിന്ത്യ ലേഖനത്തിൻ്റെ തുറന്നിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. അടുത്ത് ഇടുക്കമില്ല. മതി. കൊരിന്ത് സഭയിലെ വിശ്വാസികളുടെ ഹൃദയം ഇടുങ്ങിയ ഹൃദയമായിരുന്നു. അപ്പോസ്തലന്മാരുടെ ഹൃദയം വിശാലമായിരുന്നു. അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന ഉപദേശം അന്നത്തെ കാലത്ത് പോലും കൊരിന്ത് സഭയിൽ, ഗലാത്യ സഭയിൽ, പല സഭകളിലും അവരുടെ ഉപദേശത്തെ എതിർത്തുകൊണ്ടിരുന്ന ജഡീകന്മാരായ വിശ്വാസികൾ സഭകളിൽ ഉണ്ടായിരുന്നുവെന്ന് പൗലൂസിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഇന്ന് അതേ ഉള്ളൂ. ഇന്ന് സഭകളിൽ അതേ ഉള്ളൂ. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ എതിർക്കുന്നവരേ ഉള്ളൂ. അന്നതുണ്ടായിരുന്നു ഇഷ്ടം പോലെ. പക്ഷെ അവരത് വകവച്ചില്ല. ഉപദേശം ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. അവർ ചാകുന്നവരെ അല്ലെങ്കിൽ രക്തസാക്ഷിയാകുന്നവരെ അവരത് പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ പിതാവും പുത്രനുമായിട്ടുള്ളൊരു കൂട്ടായ്മ അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നത് പോലെ നമുക്കും അങ്ങനൊരു കൂട്ടായ്മ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുകയുള്ളൂ. കുറേ കാശുണ്ടെന്ന് വെച്ചോ, കാറുണ്ടെന്ന് വെച്ചോ, വീടുണ്ടെന്ന് വെച്ചോ, ഏക്കർ കണക്കിന് തോട്ടമുണ്ടെന്ന് വെച്ചോ, കോടിക്കണക്കിന് രൂപ ബാങ്കിലുണ്ടെന്ന് വെച്ചോ ഒരു സന്തോഷവും ഇല്ല. അത് ജഡിക സന്തോഷമാണ്. ആത്മീകമായ സന്തോഷം എന്നുള്ളത് ദൈവരാജ്യം ഭക്ഷണമാനമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ആ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം നമുക്ക് ക്ലിയറായി കിട്ടണം. അനേകരുടെ ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നടിഞ്ഞു കിടക്കുകയാണ്.
ദൈവവുമായിട്ട് ആർക്കും ബന്ധമില്ല. പാസ്റ്റർമാരുമായിട്ട് ബന്ധമുണ്ട്, വിശ്വാസികളുമായിട്ട് ബന്ധമുണ്ട്. കർത്താവും കർത്താവിൻ്റെ പ്രമാണമായിട്ടുള്ള ബന്ധമുള്ള വിശ്വാസികൾ ഇന്ന് ഭൂമിയിൽ ഇല്ലവേയില്ല. വളരെ കുറച്ചേ ഉള്ളൂ, ചെറിയൊരു ന്യൂനപക്ഷമേ ഉള്ളൂ. മിസ്രൈം എന്ന് പാട്ടും പാടി സംഗീത നിശ നടത്തി, മ്യൂസിക് നൈറ്റ് നടത്തി, മിസ്രൈം എന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് പ്രവേശിക്കാൻ ചെന്നപ്പോൾ 2 ഉണ്ടായുള്ളൂ, യോശുവയും കാലേബും. ബാക്കിയെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് അപ്പോസ്തലൻ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ സഭകളിലും ആത്മീക കനാനാകുന്ന, ആക്ഷരിക കനാനിലേക്ക് അവർ യാത്ര ചെയ്തു. നമ്മൾ ആത്മീയ കനാനാകുന്ന സ്വർഗരാജ്യത്തിലേക്ക്, ഈ ലോകമാകുന്ന മിസ്രൈമിൽ നിന്നും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആത്മീയ കനാനാകുന്ന സ്വർഗത്തിൽ ചെന്നെത്തണമെങ്കിൽ യോശുവയും കാലേബിനെ പോലെ, യോശുവിനെ കുറിച്ച് പറയുന്നത്, കാലേബിനെ കുറിച്ച് പറയുന്നത്, കാലേബ്, എൻ്റെ ദാസനായ കാലേബോ, അവൻ എന്നോട് പറ്റിയിരുന്നു. അവന് വേറൊരു സ്വഭാവം, KJV ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വേറൊരു സ്വഭാവം എന്നുള്ളത് അനദർ സ്പിരിറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വേറൊരു ആത്മാവ്. സ്തോത്രം. യഥാർത്ഥ ദൈവത്തിൻ്റെ ആത്മാവ് കാലേബിലുണ്ടായിരുന്നു. ഇന്ന് ആത്മാവ് മാറിക്കിടക്കുക. ഈ ആത്മാവ് മാറിക്കിടക്കാന്ന് ഒരൊറ്റ വാക്യത്തിൽ ഞാൻ തെളിയിക്കാൻ പോവുക. പുതിയ നിമിത്തം 1 യോഹന്നാൻ 4:6 ഒന്ന് വായിക്കാം. സ്തോത്രം. 1